അവിടെ തോറ്റ നിങ്ങൾ പറ. അൻവറാണ് തോറ്റെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ അൻവർ തോറ്റിട്ടില്ല. അൻവർ ഇപ്പോൾ എത്ര വോട്ട് പിടിച്ചു? 10,000 മേൽ വോട്ട് പിടിച്ചു. ആ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അൻവർ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, BJPക്ക് എത്ര വോട്ടുണ്ട്? 5,000 ഇല്ല, 2,000 ഇല്ലതേ ഉള്ളെന്ന് തോന്നുന്നു. എവിടെ പോയി വേറെ വോട്ട്? ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടായിട്ടുണ്ട്, മറുപറയും ഒരു മുസ്ലിം വികാരം ഉണ്ടായി. അപ്പോൾ തിരിച്ച് ഒരു ഹിന്ദു വികാരം ഉണ്ടായപ്പോൾ ആ ഹിന്ദുക്കളായ ആളുകളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ ആ സീറ്റ് നിങ്ങൾക്കറിയാം, പണ്ട് തൊട്ട് തന്നെ അവിടെ ജയിച്ചുകൊണ്ടിരുന്നതും UDFിൻ്റെ സീറ്റായിരുന്നത്. ആ UDF സീറ്റിൽ നിന്നും മത്സരിച്ചുകൊണ്ടിരുന്നതും ആരാണെന്ന് നിങ്ങൾക്കറിയാം, ആര്യാടനാണ്. ആര്യാടൻ്റെ മകനാണ് തന്നൊന്ന് മത്സരിക്കുന്നത്. ആര്യാടൻ ഒരു മതേതര ചിന്തയോടുകൂടി എന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ നിന്നപ്പോൾ നേരത്തെ തൊട്ട് ലീഗും ആര്യാടനുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടന ഉണ്ടായെങ്കിൽ പോലും ഇന്നതെല്ലാം മാറിക്കൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ വിചാരത്തോടുകൂടി ആര്യാടൻ്റെ മകൻ ജയിപ്പിക്കുവാൻ ലീഗിൻ്റെ ഒരു പ്രസ്റ്റീജായി കണക്കായിക്കൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ കാണാം, ജയത്തിൻ്റെ ആരവം മുഴക്കുമ്പോൾ അവിടെ പൊങ്ങുന്നത് കോൺഗ്രസിൻ്റെ കൊടിയല്ല, ലീഗിൻ്റെ കൊടിയാണ് ഉയർത്തി കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയം ലീഗിൻ്റെ വിജയമാണ്, കോൺഗ്രസിൻ്റെ വിജയമല്ല. അപ്പം ലീഗിൻ്റെ വിജയമായി കണ്ടുകൊണ്ട് വേണമെന്ന് കാണാൻ. അതേസമയം ഇടതുപക്ഷത്തിന് ചിഹ്നം വെച്ചുകൊണ്ട് അത് മത്സരിച്ചു. ആ മത്സരത്തിൽ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഏതാണ്ട് 6,000-7,000 ആണെന്ന് തോന്നുന്നു. വലിയൊരു മഹാഭൂരിപക്ഷം 20,000, 25,000 ഒക്കെ ഓരോരുത്തർ പറഞ്ഞതാണ്. ഇതൊന്നും വരത്തില്ല. 10,000 മുകളിലോ 15,000 താഴെയോ മാത്രമേ ഭൂരിപക്ഷം കിട്ടൂ. ഇത്രയും വാശിയായി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു മത്സരം നടത്തിയപ്പോഴും ആ മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന, അതും പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളിന് കിട്ടിയ വോട്ട് തീരെ കുറവല്ല. അതുകൊണ്ട് ഇടതുപക്ഷവും അവിടെ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല. ഇടതുപക്ഷവും സാങ്കേതികമായി തോറ്റെന്ന് പറഞ്ഞാലും അവർക്ക് അഭിമാനകരമായ വോട്ട് നേടുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അൻവറിനും അഭിമാനകരമായ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിജയിച്ചു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം.